ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാക്കയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാംവിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാംവിതം സ്യ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഗുരുവേ ഗൗരചന്ദ്രായ രാധികായ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മുകുന്ദമാല മൂന്നാമത്തെ ശ്ലോകം മുതൽക്കാണ്. നമ്മൾ ഏതൊരു ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ നല്ലൊരു ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ ഭാഗവതം ഭഗവത്ഗീത എല്ലാം വായിക്കുന്നതിന് മുമ്പേ നമ്മുടെ മംഗളാചരണം തീർച്ചയായിട്ടും ചെല്ലാറുണ്ട്. ചില സമയത്ത് മംഗളാചരണം കുറച്ച് സമയം എടുക്കും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഷോർട്ടായിട്ട് മംഗളാചരണം ചൊല്ലാൻ എല്ലാവരും പ്രീതിപ്പെടുത്താൻ എല്ലാവരുടെയും അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗുരുവേ ഗൗരചന്ദ്രായ രാധികായ തദാലയെ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ ചൊല്ലിയാൽ മതി. കാരണം അതിലെല്ലാവരും അടങ്ങിയിട്ടുണ്ട്. വളരെ ഷോർട്ടായിട്ട് നമുക്ക് സമയമില്ല, എന്തെങ്കിലും കാരണവശാൽ സമയമില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇത് ചൊല്ലിയിട്ടെങ്കിലും തുടങ്ങണം. എപ്പോഴും മംഗളാചരണം ചൊല്ലണം. അത് ഭഗവത്ഗീത വായിക്കുമ്പോഴും ഭാഗവതം വായിക്കുമ്പോഴും മറ്റ് എന്ത് ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴും ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം തുടങ്ങുമ്പോഴൊക്കെ എന്താണ് ഗുരുവേ ഗൗരചന്ദ്രായ. അപ്പൊ നമ്മൾ ഗുരുവിനെ വന്ദിക്കുന്നു. എല്ലാ ഗുരുക്കന്മാരും ശിക്ഷാഗുരു ദിശാഗുരു മറ്റേ ചൈത്യഗുരു എല്ലാവരും പെടും. ഗുരുവേ ഗൗരചന്ദ്രായ. പിന്നെ ആരാണ്? ഗൗരാംഗ മധു, ഗൗരാംഗ പ്രഭു, ചൈതന്യ മഹാപ്രഭു. രാധികായ രാധാറാണി. തദാലയ എന്ന് പറഞ്ഞാൽ രാധാറാണിയെ സംബന്ധിച്ചിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും, സഖിമാര് മഞ്ജരിമാര് എല്ലാവരും ബന്ധപ്പെടും. രാധികായ തദാലയെ. കൃഷ്ണായ ഭഗവാൻ പൂർണ്ണപുരുഷോത്തം ഭഗവാൻ കൃഷ്ണനെ നമ്മൾ വന്ദിക്കുന്നു. കൃഷ്ണഭക്തായ ഭഗവാൻ കൃഷ്ണന്റെ ഭക്തന്മാരെ. തദ്ഭക്തായ ഭക്തന്മാരുടെ ഭക്തന്മാരെ. അതില് ഇപ്പൊ എല്ലാവരും ഇതിലാക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഗുരുവേ ഗൗരചന്ദ്രായ രാധികായ തദാലയെ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ നമ്മൾ നമസ്കരിക്കുക. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ചൊല്ലിയിട്ട്, ഇത് മറ്റേത് ചൊല്ലാൻ സമയമില്ലെങ്കിൽ ഇതെങ്കിലും ചൊല്ലിയിട്ട് നമുക്ക് തുടങ്ങണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് പഠിക്കുന്നത് നല്ലതാണ്. നമ്മളിന്ന് മുകുന്ദമാല സ്തോത്ര മൂന്നാമത്തെയാണ് എടുക്കാൻ പോകുന്നത്. മുകുന്ദമൂർധന പ്രണിപത്യയാച്ചേ ഭവം തമേകാന്തമിയന്തമർത്ഥം അവിസ്മൃതിശ്വചരണാരവിന്ദേ ഭവേ ഭവേ മേസ്തു ഭവത് പ്രസാദാത്. മുകുന്ദമൂർധന പ്രണിപത്യയാച്ചേ ഭവന്തമേകാന്തമിയന്തമർത്ഥം അവിസ്മൃതിശ്വചരണാരവിന്ദേ ഭവേ ഭവേ മേസ്തു ഭവത് പ്രസാദാത്. സ്മിത മാതാജി ഒന്ന് ചൊല്ലു. മ്യൂട്ടാണ്. സ്മിത മാതാജി മ്യൂട്ടാണ്.
ഹരേ കൃഷ്ണ പ്രഭുജി, ഞാൻ കാറിലാണ് പ്രഭു. ഓക്കെ, സോറി എനിക്ക് സോറി. ഓക്കെ, വിനോദിനി മാതാജി ചൊല്ലു. അമ്മടയിലുണ്ട്. മ്യൂട്ടാണമ്മ, മ്യൂട്ടാണ്. ഹരേ കൃഷ്ണ പ്രഭു. കൃഷ്ണ. മുകുന്ദമൂർധന പ്രണിപത്യയാജേ ഭവന്തമേകാന്തം ഇയന്തമർത്ഥം അവിസ്മൃതിസ്ത്വജ് ചരണാരവിന്ദേ ഭവേ ഭവേ മേ അസ്തു ഭവത് പ്രസാദാത്. ഹരേ കൃഷ്ണ. കൃഷ്ണ. വേറെ ആർക്കെങ്കിലും ചൊല്ലണോ? ആർക്കെങ്കിലും ചൊല്ലണമെങ്കിൽ ചൊല്ലാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ, ചൊല്ലു. മുകുന്ദമൂർധന പ്രണിപത്യയാചേ ഭവന്തം ഏകാന്തം ഇയന്തം അർത്ഥം അവിശ്യമൃതിസ്ത്വ ചരണാരവിന്ദേ ഭവേ ഭവേ മേ സ്തു ഭവത് പ്രസാദ. Very bold. Okay. When a translation, O Lord Mukunda, I bow down my head to your lordship and respectfully ask you to fulfill this one desire of mine, that in each of my future births, I will, by your lordship's mercy, always remember and never forget your lotus feet. കുലശേഖര ആൽവാർ പറയുന്നത് മുക്തിക്ക് വേണ്ടിയിട്ടല്ല അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അതായത് എല്ലാ ജന്മത്തിലും അങ്ങയുടെ ആ പാതാരവിന്ദത്തിനെ ഓർമ്മിക്കാനുള്ള കഴിവ് തരാനാണ് പറയുന്നത്. അതാണ് പ്രാർത്ഥിക്കുന്നത്. ദാറ്റ് ഇൻ ഈച്ച് ഓഫ് മൈ ഫ്യൂച്ചർ ബർത്ത്സ്, മുക്തിക്ക് വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കുന്നത് വീണ്ടും. ഓക്കെ, അതായത് ജന്മം എടുത്താലും കുഴപ്പമില്ല, പക്ഷെ അങ്ങയെ മറക്കാൻ പാടില്ല. ഐ വിൽ ബൈ യുവർ ലോർഡ്ഷിപ്പ് മേഴ്സി, അങ്ങയുടെ ആ കരുണ കൊണ്ട് അങ്ങയെ തന്നെ ഓർമ്മിക്കാനുള്ള, ഒരിക്കലും മറക്കാനാവാതുള്ള ആ ഒരു അവസരം ഉണ്ടാവട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ആ ശ്ലോകം? എപ്പോഴും ഭഗവാനെ ഓർക്കണം, ഒരിക്കലും ഭഗവാനെ മറക്കാൻ പാടില്ല. എന്താണ് ശ്ലോകം? ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഭഗവാനെ ഒരിക്കലും മറക്കാൻ പാടില്ല, എപ്പോഴും ഓർമ്മ വെക്കണം. സർവസ്യചാഹം ഹൃദി സന്നിവിഷ്ട. അതാണോ പ്രഭു? അല്ല, ഇത് ഭഗവത്ഗീതയിലത്തെ ശ്ലോകം അല്ലാതെ പത്മപുരാണത്തിലത്തെ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ല. സ്മർത്തവ്യം സതതം വിഷ്ണോർ വിസ്മർത്തവ്യം ന ജാതുജിത് സർവേ വിധി നിഷേധാസ്യോർ ഏതയോർ എവ കിങ്കര. സ്മർത്തവ്യം സതതം വിഷ്ണു, വിസ്മർത്തവ്യം ന ജാതുജിത്. എപ്പോഴും ഭഗവാനെ ഓർക്കണം, ഒരിക്കലും ഭഗവാനെ മറക്കരുത്. ഈ രണ്ട് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ്, അല്ലെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ആണ് ബാക്കി എല്ലാ വേദങ്ങളുടെ സാരത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്നാണ് പറയുന്നത്. നമ്മളെല്ലാം വേദങ്ങൾ അറിഞ്ഞു, ഓക്കെ, വേദത്തിലത്തെ സാരാംശം എല്ലാം അറിഞ്ഞു. പക്ഷെ ഇത് രണ്ടും അറിയില്ലെങ്കിൽ പിന്നെ വേദങ്ങൾ അറിഞ്ഞിട്ടൊരു കാര്യമില്ല. അതായത് വേദങ്ങൾ അറിയില്ല എന്നർത്ഥം. സ്മർത്തവ്യം സതതം വിഷ്ണു വിസ്മർത്തവ്യം ന ജാതുജിത് സർവേ വിധി നിഷേധസു. എല്ലാ യമനിയമങ്ങളുടെയും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ്, രണ്ട് നിർദ്ദേശങ്ങളാണ്. ഏതയോർ എവ കിങ്കര, അതായത് ഈ ബാക്കിയുള്ള എല്ലാ വേദങ്ങളുടെയും നിർദ്ദേശങ്ങള് ഈ രണ്ട് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളുടെ കിങ്കര എന്ന് പറഞ്ഞാൽ സെർവൻസ് ആണ്. അപ്പൊ ഇവിടെ കുലശേഖര ആൾവാറും അതാണ് പറയുന്നത്. ബൈ യുവർ ലോർഡ്ഷിപ്പ് മെഴ്സി ഓൾവേസ് റിമെമ്പർ ആൻഡ് നെവർ ഫോർഗെറ്റ് യുവർ ലോട്ടസ് ഫീറ്റ്. ഭഗവാനെ പ്രണാമം. ഭാഗവതത്തിന്റെ അവസാനത്തെ ശ്ലോകം എന്താണ്? കൃഷ്ണ 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 സർവപാപ പ്രണാശനം നമാമി ദുഃഖശമനം. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനസ്. പ്രണാം, ഭഗവാന്റെ പാതാരവിന്ദത്തിൽ പ്രണാം ചെയ്യുക. അതന്നെയാണ് ഇവിടെ പറയുന്നത്. അതൊരിക്കലും മറക്കാതിരിക്കട്ടെ, എപ്പോഴും ഓർമ്മ വരട്ടെ എന്നാണ്
കുലശേഖര ആൾവാർ ഇവിടെ പറയുന്നത്, ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നത്. സോ the world in which we live is a miserable place. It is, so to speak, a prison house for the spirit soul. എന്താണ് ഭഗവത്ഗീതയിൽ പറയുന്നത്? ഈ ഭൗതിക ലോകത്തിനെ പറ്റിയിട്ട് ദുഃഖാലയം അശാശ്വതം, പ്രിസൺ ഹൗസ് അല്ലെ, ദുഃഖാലയമാണ്. അതായത് ആത്മാവിനെ സംബന്ധിച്ചോളം ദുഃഖാലയമാണ്. കാരണം വെച്ചാൽ കമ്പാറ്റബിൾ അല്ല ഈ ഭൗതിക അതായത് സച്ചിദാനന്ദമായിട്ടുള്ള നമ്മുടെ ആത്മാവും ഈ ഭൗതിക ധാതുക്കളെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നമ്മളുടെ ദേഹവും ഈ പ്രകൃതിയും കമ്പാറ്റബിൾ അല്ല. ഒന്ന് സച്ചിദാനന്ദമാണ്, നമ്മുടെ ആത്മാവ് സച്ചിദാനന്ദമാണ്. നമ്മുടെ ശരീരം ഭൗതിക ധാതുക്കളെ കൊണ്ട്, പഞ്ചധാതുക്കളെ കൊണ്ട്, പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. രണ്ടും ഇൻകമ്പാറ്റബിൾ ആണ്, കമ്പാറ്റബിൾ അല്ല. ഒരു നല്ലൊരു രാജാവ് ധരിക്കുന്ന, സാമ്രാട്ട് ധരിക്കുന്ന ഒരു കിരീടമുണ്ട്, എല്ലാ പ്രീഷ്യസ് സ്റ്റോൺസിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കിരീടം. അതിനെ നമ്മൾ ഒരു കച്ചറയിൽ കൊണ്ട് വെച്ചാൽ എങ്ങനെ ഇരിക്കും? അല്ലെങ്കിൽ ഭഗവാന്റെ കിരീടം, മുക്കുട്ട്, ഓക്കെ, എല്ലാ രത്നങ്ങളെയും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ കിരീടം നമ്മൾ ഒരു കച്ചറയിൽ കൊണ്ട് വെച്ചാൽ എങ്ങനെ ഇരിക്കും? കമ്പാറ്റബിൾ ആണോ അത്? അല്ല. അതേപോലെ നമ്മുടെ സച്ചിദാനന്ദമായിട്ടുള്ള ഈ ആത്മാവ് ശരീരം പഞ്ചധാതുക്കളെ കൊണ്ട് ആവരണപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ദുഃഖാലയം അശാശ്വതം. ഓക്കെ, ജസ്റ്റ് ആസ് എ prisoner cannot move or enjoy life fully, so the living entities who have been conditioned by laws of material nature cannot experience their actual ever joyful nature. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ട് ആവരണപ്പെട്ട ഒരു വസതിയിലാണ് നമ്മളെല്ലാം വസിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഫ്രീഡമേ ഇല്ല. ഞാൻ പറഞ്ഞില്ല, കമ്പാറ്റബിൾ അല്ല, കണ്ടീഷൻഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ കണ്ടീഷൻ ലിവിങ് എന്ന് പറയുന്നത്. വി ആർ കണ്ടീഷൻ. നമുക്ക് നമ്മളുടെ സച്ചിദാനന്ദമായിട്ടുള്ള അതൊന്നും പ്രകടിപ്പിക്കാനോ അതിനെ ഉപയോഗിക്കാനുള്ള അവസരം ഈ ശരീരത്തിൽ നമുക്ക് കിട്ടില്ല. രണ്ടും ഓപ്പോസിറ്റ് ആണ്. ഒന്ന് മാറ്റർ ആണ്, ഒന്ന് സ്പിരിറ്റ് ആണ്. സോ ദേ കനോട്ട് ഹാവ് എനി ഫ്രീഡം ബിക്കോസ് ദേ മസ്റ്റ് സഫർ ഫോർ പ്രിൻസിപ്പൽ മിസറീസ്: ബർത്ത്, ഓൾഡ് ഏജ്, ഡിസീസ് ആൻഡ് ഡെത്ത്. അപ്പോൾ എത്രത്തോളം കാലം നമുക്ക് ഈ ഭൗതിക ശരീരമുണ്ടോ അത്രത്തോളം കാലം നമുക്ക് ഈ 4 പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. എന്താണ്? ജന്മ, മൃത്യു, ജര, വ്യാധി. സച്ചിദാനന്ദമായിട്ടുള്ള ആത്മാവിന് ജന്മമില്ല, മൃത്യുവില്ല, ജരമില്ല, വ്യാധിയില്ല, അല്ലേ? സച്ചിദാനന്ദമാണ്, എറ്റേണൽ, ഫുൾ ഓഫ് നോളേജ്, ഫുൾ ഓഫ് ബ്ലിസ്. പക്ഷെ ശരീരത്തിനുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമ്മൾ വൈകുണ്ഠത്തിലേക്ക് പോയാൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് മറികടക്കാൻ പറ്റും. ജന്മ, മൃത്യു, ജരാവ്യാധി, ഈ ദുഃഖാലയം അശാശ്വതത്തിൽ നിന്ന് നമുക്ക് മറികടക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. The laws of material nature impose this punishment upon the living entities who have forgotten the Lord and who are busy making plans for lasting happiness in this desert of distress. അപ്പൊ എന്താണ് പറയുന്നത്? ഇവിടുത്തെ നിയമങ്ങള്, പ്രകൃതി നിയമങ്ങള്, ഭഗവാന്റെ ബഹിരാംഗ ശക്തിയുടെ നിയമങ്ങള് നമ്മളുടെ മീതെ അടിച്ചേൽപ്പിക്കുകയാണ്, ഒരു ശിക്ഷ എന്നുള്ള രീതിയിൽ. കാരണം നമ്മൾ ഭഗവാനെ മറന്ന് നമ്മൾ സ്വയം ആസ്വദിക്കാൻ ശ്രമിക്കുകയാണ് ഈ മരുഭൂമിയില്. മരുഭൂമിയാകുന്ന, അതായത് ക്ലേശങ്ങൾ നിറഞ്ഞിരിക്കുന്ന മരുഭൂമിയില്, വെള്ളമില്ലാത്ത ആ മരുഭൂമിയില് നമ്മൾ ഭഗവാനെ മറന്ന് നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഇന്ദ്രിയ ഭോഗങ്ങൾ അനുഭവിച്ച് ആസ്വദിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ആസ്വാദനം കിട്ടില്ല തീർച്ചയായിട്ടും. So by the mercy of the Lord, the pure devotee knows all this very well. Indeed, his whole philosophy of life is based on this understanding. ശുദ്ധ ഭക്തന്മാർക്ക് ഇത് വളരെ നന്നായിട്ട് അറിയാം. അപ്പൊ ഈ തത്വം, ഈ സിദ്ധാന്തം വളരെ നന്നായിട്ട് അറിയാം. So advancement of knowledge means to understand the naked truth of this world and to not be deluded by the temporary beauty of this phantasmagoria. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടായിരിക്കും. ഈ ഭൗതിക ലോകത്തിൽ ഒരുപാട് അല്യൂർമെന്റ് ഉണ്ടായിരിക്കും. പക്ഷെ അതിലൊന്നും ആ വലയത്തിലൊന്നും പെടാതെ, ഇത് എന്താണ്, ഇതെല്ലാം പ്രഭുപാദ വളരെ ബ്യൂട്ടിഫുൾ വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഫാന്തസ്മഗോറിയ. എന്താണ് ഫാന്തസ്മഗോറിയ പറഞ്ഞ? ഒരു നോവൽറ്റി ആയിട്ടുള്ളത്, സംതിങ് ന്യൂ ഫോർ അസ്, അല്ലേ? ഓരോ ദിവസം നമുക്ക് പുതുതായിട്ടുള്ള നോവൽറ്റി ഐറ്റംസ് വേണം. അപ്പോൾ അതിൻ്റെ അന്വേഷണത്തിലാണ് നമ്മൾ കൂടുതൽ കൂടുതൽ എങ്ങനെ നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് സുഖം കൊടുക്കാം എന്നുള്ള അന്വേഷണത്തിലാണ്.
ഈ പ്രകൃതിയിൽ. പക്ഷെ നമുക്ക് ഒരിക്കലും സുഖം കിട്ടില്ല. നമ്മൾ സുഖം എന്ന് തോന്നുന്നത് അത് ദുഃഖത്തിലേക്ക് നയിക്കുള്ളൂ. കാരണം നമ്മൾ ഭഗവാനെ മറന്നു, നമ്മളുടെ അസ്തിത്വം മറന്നു, നമ്മൾ ആരാണ്, നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ വന്ന് ഈ ക്ലേശങ്ങൾ അനുഭവിച്ച് ജീവിക്കേണ്ടി വരുന്ന ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നതുകൊണ്ടാണ് ഈ ഭൗതിക ലോകത്തിൽ നമുക്ക് ക്ലേശങ്ങൾ അനുഭവിച്ച് ജീവിക്കേണ്ടി വരുന്നത്. അതാണ് പറയുന്നത്, ടു നോട്ട് ബി ഡെല്യൂഡഡ് ബൈ ദ ടെമ്പററി ബ്യൂട്ടി. ഈ താൽക്കാലികമായിട്ടുള്ള ആ ഒരു ആസ്വാദനത്തിന്റെ പിന്നാലെ പോകാതെ തിരിച്ച് നമ്മളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളും എത്രയോ മടങ്ങ് ആണ് ഭഗവാൻ നമ്മളെ തിരിച്ച് സ്വധാമത്തിലേക്ക്, ഭഗവാന്റെ ധാമത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷെ നമ്മൾ അതിന് ചെവിക്കൊള്ളുന്നില്ല. നമ്മൾ വിചാരിക്കുന്നു ഇതന്നെ സ്ഥലം, ഇവിടെ തന്നെയാണ് നമ്മൾ സ്വർഗം അല്ലേ. പറയാൻ പല പാട്ടുകളൊക്കെ ഉണ്ട്, ഭൂമിയിൽ തന്നെ സ്വർഗം, സ്വർഗം എന്നുള്ള സ്ഥലം വേറെ ഒന്നില്ല എന്ന് പറയും ആൾക്കാർ. സ്വർഗം എന്നുള്ള സ്ഥലമുണ്ട്, അത് പോട്ടെ, പക്ഷെ അതല്ല നമ്മുടെ ഡെസ്റ്റിനേഷൻ, നമ്മുടെ ലക്ഷ്യം അതല്ല. സ്വർഗം ഭൂമിയിൽ തന്നെ, ഇവിടെ തന്നെ നമുക്ക് സ്വർഗം, സുഖം കിട്ടുക എന്ന് പറയും. സോ ദ മെറ്റീരിയൽ നേച്ചർ ഈസ് നോട്ട് അറ്റ് ഓൾ ബ്യൂട്ടിഫുൾ, ഓർ ഇറ്റ് ഈസ് എൻ ഇമിറ്റേഷൻ പീകോക്ക്. അതായത് ഇമിറ്റേഷൻ പീകോക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മയിൽപീലിയില്ലേ, മയിൽപീലിയുടെ ശരിക്കുള്ള മയിൽപീലിയും നമ്മൾ അതിനെ ഒരു ഇമിറ്റേഷനായിട്ട് ഉണ്ടാക്കിയാലും അതിൻ്റെ വ്യത്യാസം നമുക്കറിയാലോ. റിയൽ മയിൽപീലിയും ഇമിറ്റേഷൻ മയിൽപീലിയും. അതേപോലെ ഈ ഭൗതികതലം ഒരു ഇമിറ്റേഷൻ പീകോക്ക് ഫെദറെ പോലെയാണ് ഇവിടെ പറയുന്നത്. ദ റിയൽ പീകോക്ക് ഈസ് എ ഡിഫറെൻറ്റ് തിങ് ആൻഡ് വൺ മസ്റ്റ് ഹാവ് ദ സെൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. Those who are mad after capturing and enjoying the imitation peacock, as well as those who have a pessimistic view of the imitation peacock, but lack any positive information of the real peacock, both are illusioned by the modes of material nature. Okay. എന്താണ് പെസിമിസ്റ്റിക് വ്യൂ എന്ന് പറഞ്ഞാൽ? അത് ഇടുങ്ങിയ ചിന്താഗതി. ഓപ്റ്റിമിസ്റ്റിക്കിന്റെ ഓപ്പോസിറ്റ് പെസിമിസ്റ്റിക് പറഞ്ഞാൽ ഇടുങ്ങിയത്, നെറോ മൈൻഡഡ്നെസ്. അപ്പോൾ ഈ ഇമിറ്റേഷൻ പീകോക്കിനെ റിയൽ പീകോക്ക് ഫെദറിൽ നിന്നും നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാത്ത ആൾക്കാരെ എന്താണ്, നമ്മൾ മായാലോകത്തിലാണ്, ഈ പ്രകൃതിയുടെ മായാലോകത്തിൽ പെട്ട് ജീവിക്കുകയാണെന്ന് പറയുന്നത്. ദോസ് ഹു ആർ ആഫ്റ്റർ ദ ഇമിറ്റേഷൻ പീകോക്ക് ആർ ദ ഫ്രൂട്ടീവ് വർക്കേഴ്സ്. അപ്പോൾ ഇവിടെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് ഇമിറ്റേഷൻ പീകോക്കിനെ കർമ്മകാണ്ഡത്തിൽ കർമ്മം ചെയ്ത് ഫ്രൂട്ടീവ് റിസൾട്ട്സിന്റെ ആഗ്രഹത്തിൽ കർമ്മം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരെ പോലെയാണ് പറയുന്നത്, ഫ്രൂട്ടീവ് വർക്കേഴ്സ്. ആൻഡ് ദോസ് ഹു സിംപ്ലി കണ്ടം ദ ഇമിറ്റേഷൻ പീകോക്ക് ബട്ട് ആർ ഇഗ്നോറന്റ് ഓഫ് ദ റിയൽ പീകോക്ക് ആർ ദ എംപെറിക് ഫിലോസഫേഴ്സ്. പക്ഷെ ചില ആൾക്കാരുണ്ട് അതിനെ കണ്ടം ചെയ്യും, അത് ഇമിറ്റേഷനാണ്. പക്ഷെ ശരിക്കുള്ള പീകോക്ക് ഫെദറിനെ, ശരിക്കുള്ള മയിൽപീലിനെ അവർക്ക് അറിയുന്നില്ല. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ എന്താണ് എംപെറിക് ഫിലോസഫേഴ്സ്, ജ്ഞാനീസ്. ഓക്കെ, അവരോടായിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. ഡിസ്കസ്റ്റഡ് വിത്ത് ദ മിറാജ് ഓഫ് ഹാപ്പിനെസ് ഇൻ ദ മെറ്റീരിയൽ ഡിസേർട്ട്, ദ സീക്ക് ടു മെർജ് ഇൻ ടു വോയിഡ്നെസ്. അതായത് എന്താണ് മിറാജ് ഓഫ് ഹാപ്പിനെസ്? നമ്മൾ നല്ല ചൂടുകാലത്ത് റോഡിലൊക്കെ പോകുന്ന സമയത്ത് ദൂരെ നമുക്ക് വെള്ളം കാണാം, മിറാജ് അല്ലേ. അത് ശരിക്കും വെള്ളം ഉണ്ടോ ഇല്ല, അല്ലേ, അവിടെ വെള്ളമില്ല, പക്ഷെ അത് വെള്ളം ഉള്ള പോലെ തോന്നും. അതേപോലെ നമുക്ക് ഈ ഭൗതിക ലോകത്തും സന്തോഷം സുഖം കിട്ടും എന്നുള്ള ആ ഒരു ഇതാണ്, ചിന്തയാണ്. കിട്ടും എന്നല്ലെങ്കിൽ നാളെ നമുക്ക് ലോട്ടറി അടിക്കും, നാളെ നമുക്ക് നല്ല ദിവസം വരും എന്ന് പറഞ്ഞ് അവസാനം നമ്മളുടെ ദേഹം എപ്പോഴാണ് വെടിയാന്ന് നമുക്ക് തന്നെ അറിയില്ല. അതെന്താണ്? അപ്പൊ അങ്ങനത്തെ ആൾക്കാര് ഈ ബ്രഹ്മജ്യോതിയിൽ ലയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതായത് ജ്ഞാനികൾ, ചുരുക്കത്തില് ഫ്രൂട്ടി വർക്കേഴ്സ്. എന്താണ് കർമ്മികൾ? എന്താണ് അവർക്ക് ഭുക്തി വേണം. എന്താണ് ഭുക്തി എന്ന് പറഞ്ഞാൽ? സെൻസ് എൻജോയ്മെന്റ്, ഇന്ദ്രിയ ആസ്വാദനം. ജ്ഞാനികൾക്ക് എന്ത് വേണം? മുക്തി വേണം. ഓക്കെ, മുക്തി. ഈ ബ്രഹ്മാണ്ടത്തിൽ നിന്ന്, ഈ ഭൗതിക ലോകത്തിൽ നിന്ന് മുക്തി കിട്ടിയിട്ട് ഭഗവാന്റെ ബ്രഹ്മജ്യോതിയില് ചെന്ന് ചേരണം എന്നുള്ള ആഗ്രഹം. ഭക്തന്മാർക്ക് എന്താണ് വേണ്ടത്? ഭുക്തി, മുക്തി. ഭക്തൻ എന്താണ് ആഗ്രഹം? ഭഗവാന്റെ അടുത്തേക്ക് പോകണം, ഭക്തിയുത സേവനം ചെയ്യണം. ഭഗവാന് ഭക്തി. ഭക്തന്മാർക്ക് ഭഗവാന്റെ ഭക്തിയാണ് വേണ്ടത്. ഭക്തിയുത സേവനം ചെയ്യണം. ഓക്കെ, കൃഷ്ണപ്രേമം വേണം. അതാണ് ഭക്തന്മാർക്ക് വേണ്ടത്.
So, but a pure devotee does not belong to either of these two bewildered classes. അപ്പോൾ ഒരു പ്യൂർ ഡിവോട്ടി, ഒരു ഭക്തൻ ഈ ഫ്രൂട്ടി വർക്കറും അല്ല, ജ്ഞാനിയല്ല. ആ രണ്ട് കാറ്റഗറിയിലും പെടില്ല. Neither aspiring to enjoy the imitation peacock nor condemning it out of disgust. He seeks the real peacock. Thus, he is unlike either the deluded fruity worker or the baffled empiricist. അതായത് ഭക്തൻ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ടി വർക്കറും അല്ല, അതേപോലെ ബാഫിൾഡ് എംപറിസിസ്റ്റും അല്ല. അപ്പോൾ ഫ്രൂട്ടി വർക്കർ എന്താണ്, അവർക്ക് ഈ ഇത് മാത്രമേ അറിയുള്ളൂ, ഇമിറ്റേഷൻ പീകോക്ക് ഫെദർ. മറ്റേ ജ്ഞാനികൾ എന്ത് പറയുന്നു, അങ്ങനത്തെ ഇതില്ല, ഇറ്റ്സ് യൂസ്ലെസ്, അത് ഇമിറ്റേഷൻ. പക്ഷേ റിയൽ പീകോക്ക് ഉണ്ടെന്നുള്ളത് ഒരു കാര്യം മറക്കുന്നു, ഭക്തന് മാത്രമേ അതറിയുള്ളൂ. സോ ഹീസ് അബൌവ് ദി സെർവൻസ് ഓഫ് മെറ്റീരിയൽ നേച്ചർ ബിക്കോസ് ഹി പ്രിഫേഴ്സ് ടു സെർവ് ദ ലോർഡ്. ഭഗവാനെ സേവിക്കാനാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നത് ഭക്തൻ. The master of material nature. He seeks the substance and does not wish to give it up. Substance is the lotus feet of Mukunda. Bhagwan Mukundante Padaravindam. And King Kulashekara, being a most intelligent devotee, prays to gain the substance and not the shadow. അപ്പോൾ അതിൻ്റെ ആ സാരം, അതിൻ്റെ സത്താണ് കുലശേഖര ആൾവാർ ആക്കിയത്, അതിൻ്റെ നിഴലല്ല. ദ റിയൽ പേഴ്സൺ ഭഗവാനെയാണ്, ഭഗവാന്റെ പാതാരവിന്ദത്തിൽ ആശ്രയം പ്രാപിക്കുക, അതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് ഷേഡോ അല്ല. ഭഗവാന്റെ ഷേഡോ എന്ന് പറഞ്ഞാൽ അത് മായ. So a pure devotee of Lord Narayana or Mukunda is not at all afraid of any circumstance that may befall him. Despite all difficulties, therefore, such a pure devotee asks nothing from the Lord on his own account. അപ്പോൾ ഒരു ശുദ്ധ ഭക്തൻ ഭഗവാന്റെ അടുത്ത് പോകുമ്പോൾ അവനവന് വേണ്ടിയിട്ട് ഒന്നും ചോദിക്കില്ല. ഭഗവാനെ എങ്ങനെ പ്രീതിപ്പെടുത്താം, ഭഗവാന്റെ പ്രേമം എങ്ങനെ കിട്ടാം, അതിനു വേണ്ടിയിട്ട് മാത്രമേ ശ്രമിക്കുള്ളൂ. തൻ്റെ സ്വന്തം ഇന്ദ്രിയ പ്രീതിക്ക് വേണ്ടിയിട്ട്, ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും പ്രാർത്ഥിക്കില്ല, ഒരിക്കലും അതിന് ശ്രമിക്കുകയില്ല. Despite he is not at all afraid if by chance he has to visit the hellish worlds, nor is he eager to enter the kingdom of heaven. അപ്പോൾ നരകത്തിലേക്ക് പറഞ്ഞയച്ചാലും ശരി അദ്ദേഹത്തിന് പേടിയില്ല, അതേസമയം തന്നെ സ്വർഗത്തിലേക്ക് പോകാനുള്ള ആഗ്രഹവുമില്ല. അപ്പോൾ ഈസ് ഇക്വിപ്പോയ്സ്ഡ്, ന്യൂട്രൽ. നരകായാലും ശരി, അത് സ്വർഗമായാലും ശരി, ഭഗവാനെ സേവിക്കുക എന്നുള്ള ഒരേ ഒരു ഉദ്ദേശം ഭക്തനുള്ളൂ. ഫോർ ഹിം ബോത്ത് ദീസ് കിങ്ഡംസ് ആർ ലൈക്ക് കാസിൽസ് ഇൻ ദ എയർ. അത് നരകായിക്കോട്ടെ സ്വർഗമായിക്കോട്ടെ, ഇതെല്ലാം വായുവിലുള്ള ഒരു എന്താ പറയുക, രാജകൊട്ടാരം പോലെയാണ്, എയറിലുള്ള ഒരു രാജകൊട്ടാരം പോലെയാണ്. He is not concerned with either of them, and this is very nicely expressed by King Kulashekara in text 6. ആറാമത്തെ ശ്ലോകത്തിൽ ഇത് വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടെന്ന് പറയുന്നു. So a pure devotee of the Lord like King Kulashekara does not pray to God for material wealth, followers, a beautiful wife, or any such imitation peacocks, for he knows the real value of such things. ഒരു ശുദ്ധ ഭക്തൻ ആയിട്ടുള്ള കിങ് കുലശേഖര രാജാവ് ഒരിക്കലും അതായത് ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തില്ല. അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭഗവാനെ സമീപിക്കുകയും ചെയ്യില്ല, പ്രാർത്ഥിക്കുകയും ചെയ്യില്ല. നമ്മളെല്ലാം സാധാരണ എല്ലാവരും 99.99% ആൾക്കാരും നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ്. ഭഗവാനോട് ഇഷ്ടം ഉണ്ടായിട്ടോ സ്നേഹം ഉണ്ടായിട്ടോ ഭഗവാനെ പ്രീതിപ്പെടുത്താനല്ല പോകുന്നത്, അല്ലേ? എല്ലാവരും ഇപ്പൊ നമുക്ക് സിദ്ധാന്തം മനസ്സിലായി, തത്വം മനസ്സിലായി, പക്ഷെ കുറേശ്ശെ നമ്മൾ അതിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്കുള്ള ആ ആവശ്യങ്ങളിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ പൂർണ്ണമായിട്ടും നമ്മൾ മാറിയിട്ടില്ല. പതുക്കെ ഓരോരുത്തരും ഡിഫറെൻറ്റ് ലെവലിലാണെന്ന് മാത്രം. അപ്പൊ ഇവിടെ കുലശേഖര ആൾവാറും ഒരിക്കലും തൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട്, തൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഭഗവാനെ സമീപിക്കുന്നില്ല. ഭഗവാനെ എങ്ങനെ പ്രീതിപ്പെടുത്താം, ഭഗവാനെ എങ്ങനെ സേവനം ചെയ്തിട്ട് കൃഷ്ണപ്രേമം ലഭിക്കാം എന്ന ഒരേ ഒരു ചിന്ത മാത്രമേ അദ്ദേഹത്തിന് അറിയാം. ഇതെല്ലാം ടെമ്പററിയാണ്. ഭൗതിക ലോകത്തിലേക്ക് നമുക്ക് കിട്ടുന്ന എല്ലാ ആസ്വാദനങ്ങളും ടെമ്പററിയാണ്. അത് വന്നും പോയും കൊണ്ടിരിക്കും. അത് നമ്മളുടെ കൂടെ ഒരിക്കലും വരില്ല എന്ന് അദ്ദേഹം നല്ലപോലെ. എന്താണ് നമ്മുടെ കൂടെ എപ്പോഴും വരുന്നത്? കൃഷ്ണഭക്തി, കൃഷ്ണപ്രേമം മാത്രം. അത് മാത്രമേ എന്നും നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ എന്ന് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്.
And if by circumstance he is placed in a situation where he possesses such things, he does not try to artificially get out of it by condemnation. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇട്ടാലും തന്നെ അദ്ദേഹം അതിനെപ്പറ്റിയിട്ട് പറയില്ല, ആ ഒരു ഭക്തൻ അതിനെപ്പറ്റി പറയില്ല, ആർട്ടിഫിഷ്യലി കൃത്രിമമായിട്ട് അതിനെ അപലപിക്കുകയും ചെയ്യില്ല എന്നാണ് പറയുന്നത്. Srila Raghunath Das Goswami, a great associate of Lord Chaitanya's, was a very rich man's son who had a beautiful wife and all opulences. നമുക്കറിയാം രഘുനാഥ് ദാസ് ഗോസ്വാമി വളരെ വളരെ ധനാഢ്യന്റെ വീട്ടിൽ ജനിച്ച ഒരു ഭക്തനാണ്. അത് പറയുന്നത് ഇന്ദ്രനെ പോലെ ഐശ്വര്യം, ഇന്ദ്രനെ പോലെ ധനമുള്ള ഒരു വ്യക്തിയാണ്. ആരെ? രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ അച്ഛനും അമ്മാവനൊക്കെ അത്രയും ഒരു ധനിക കുടുംബത്തിൽ ജനിച്ചാണ്. ആൻഡ് പിന്നെ രഘുനാഥ് ദാസ് ഗോസ്വാമിക്ക് വളരെ സൗന്ദര്യമുള്ള ഒരു ഭാര്യയും ഉണ്ടായിരുന്നു, ബാക്കിയുള്ള എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായിരുന്നു. When he first met Lord Chaitanya at Panihati, a village about 40 miles from Calcutta, Raghunath Das asked permission from the Lord to leave these material connections and accompany him. പാനിഹട്ടിയിൽ നമുക്ക് ആ കഥ അറിയാം, പാനിഹട്ടി സ്റ്റോറിയൊക്കെ അറിയാം. പാനിഹട്ടിയിലാണ് ആദ്യം ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടത്. അപ്പോൾ അന്ന് തന്നെ ചൈതന്യ മഹാപ്രഭുവിനോട് പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതെല്ലാം വിട്ട് ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. ദ ലോർഡ് റെഫ്യൂസ്ഡ്. ചൈതന്യ മഹാപ്രഭു അതിനെ തിരസ്കരിച്ചു, ആ പ്രൊപ്പോസലിനെ. എന്ത് പറഞ്ഞിട്ടാണ്? refused to accept this proposal and instructed Raghunath Das that it is useless to leave worldly connections out of sentimentality or artificial renunciation. അപ്പോൾ അങ്ങനെ വേൾഡ്ലി കണക്ഷൻസ് നമ്മൾ വിടുന്നത് ഔട്ട് ഓഫ് സെന്റിമെന്റൽ റീസൺസ്, അത് യൂസ്ലെസ് ആണെന്ന് പറയുന്നത്. നമ്മളങ്ങനെ വിടാൻ പാടില്ല. ശരിക്കും ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ റിനൗൺസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എല്ലാവരും മിക്ക ആൾക്കാരും ആ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടായിരിക്കും കുറേ കാലം മുമ്പുള്ളത്, ശ്രീനിവാസന്റെ ചിന്താവിഷ്ടയായ ശ്യാമള അല്ലേ? എന്താണ് ശ്രീനിവാസൻ ചെയ്യുന്നത്? ശരിക്കുള്ള റെനൗൺസിയേഷൻ ആണോ ശ്രീനിവാസൻ അതിൽ ചെയ്തതല്ല. ഇവിടെ ഒരു ശ്യാമള നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഓക്കെ, അപ്പൊ ശരിക്കുള്ള റെനൗൺസിയേഷൻ അല്ല അവിടെ ചെയ്തത്. വീട്ടിലെ പ്രാരാബ്ദം, വീട്ടിലെ കഷ്ടപ്പാടുകൾ, വീട്ടിലെ പ്രശ്നങ്ങളിൽ നിന്നും ഒരു ഒളിച്ചോട്ടമാണ്. അത് പാടില്ല. അതാണ് ചൈതന്യ മഹാപ്രഭുവിടെ രഘുനാഥ് ദാസ് ഗോസ്വാമിയോട് പറഞ്ഞത്. അതായത് സമയമായിട്ടില്ല, സമയമാവുമ്പോൾ ഞാൻ പറയാം, ഇപ്പോ അവിടെ അതിനുള്ള സമയമായിട്ടില്ല, ആർട്ടിഫിഷ്യലി റെനൗൺസിയേഷൻ ചെയ്യേണ്ട ആവശ്യമല്ല എന്നാണ് പറഞ്ഞത്. വൺ മസ്റ്റ് ഹാവ് ദ റിയൽ തിങ് അറ്റ് ഹാർട്ട്. If one finds himself entangled in worldly connections, one should behave outwardly like a worldly man, but remain inwardly faithful for spiritual relationship. എങ്ങനെയാണ് നമ്മൾ ഭൗതിക ലോകത്ത് ജീവിക്കേണ്ടതെന്ന് ചൈതന്യ മഹാപ്രഭു രഘുനാഥ് ദാസ് ഗോസ്വാമി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മൾക്ക് ഒരു സിറ്റുവേഷൻ നല്ലതല്ലെങ്കിൽ, കണ്ടീസീവ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നമ്മളെല്ലാവരോടും കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമില്ല, ഞാനൊരു ഭക്തനാണ്, ഞാൻ അത് ചെയ്യുന്നു. അതായത് നമ്മളുടെ കൂടെയുള്ള ആൾക്കാർ അതിന് ഫേവറബിൾ അല്ലെങ്കിൽ നമ്മൾ തികച്ചും ഒരു ഭൗതികവാദിയായിട്ട് തന്നെ ജീവിക്കണം. എക്സ്റ്റേണലി. ഇന്റേണലി നമ്മൾ ടോട്ടലി റെനൗൺസ്ഡ് ആയിരിക്കണം. ഇത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ല നമ്മൾ ചെയ്യുന്ന ഭക്തിയുത സേവനം. നമ്മളുടെ പുരോഗതിക്ക്, നമ്മുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഈ ഭക്തിയുത സേവനം ചെയ്യുന്നത്. നമ്മളുടെ ഡിവോട്ടി അസോസിയേഷനുകൾ കുഴപ്പമില്ല, നമുക്ക് ഷെയർ ചെയ്യാം. അല്ല, നമ്മുടെ കൂടെയുള്ള അത് കുടുംബാംഗങ്ങളായിക്കോട്ടെ, ബന്ധുമിത്രാദികളായിക്കോട്ടെ, ആരായിക്കോട്ടെ, അവരൊന്നും ഇതിന് ഫേവറബിൾ അല്ലെങ്കിൽ അവരോട് ഇതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യാതിരിക്കുക, ഇത് ഷെയർ ചെയ്യാതിരിക്കുക. ഇതെല്ലാം നമ്മൾ ഇന്റേണലി ചെയ്യുക, ഇന്റേണലൈസ് ചെയ്യുക. പുറത്ത് എക്സ്റ്റേണലി നമ്മളൊരു പക്ക ഭൗതികവാദിയായിട്ട് തന്നെ ജീവിക്കുക. അതാണ് ഇവിടെ ചൈതന്യ മഹാപ്രഭു രഘുനാഥ് ദാസ് ഗോസ്വാമിയോട് പറഞ്ഞത്. One should behave outwardly like a worldly man, but remain inwardly faithful for spiritual realization. That will help one on the progressive march of life. അങ്ങനെ നമുക്ക് ഇതിൽ ഈ സ്പിരിച്വൽ പാത്തിൽ പ്രോഗ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. Nobody can cross over the big ocean in a sudden jump. Okay, and ഒറ്റ ചാട്ടത്തിൽ നമുക്ക് സമുദ്രം ചാടിക്കടക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പോൾ അതിന് നമുക്ക് നല്ലൊരു ഷിപ്പ് വേണം,
നല്ലൊരു നാവിഗേറ്റർ വേണം, നല്ലൊരു ക്യാപ്റ്റൻ വേണം. അവരെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് സമുദ്രം അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരു ലീപ്പില്, ഒരൊറ്റ ജമ്പിൽ നമുക്ക് സമുദ്രം എന്താ മറ്റേ കരയിലേക്ക് പോകാൻ പറ്റില്ല. What was possible for Hanuman by the grace of Lord Rama is not possible for an ordinary man. ഹനുമാന് അത് സാധിച്ചു, കാരണം ഹനുമാന് അതിനുള്ള അനുഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒറ്റച്ചാട്ടത്തിന് അവിടെ ലങ്കയിലെത്താൻ പറ്റി. പക്ഷെ നമുക്കത് പറ്റില്ല. നമ്മളെല്ലാം ബദ്ധാത്മാക്കളാണ്, കണ്ടീഷൻ ലിവിങ് ബീങ്സ് ആണ്. സോ ടു ക്രോസ് ദ ഓഷ്യൻ ഓഫ് ഇല്യൂഷൻ, one should patiently cultivate devotion to the Lord, and in this way one can gradually reach the other side. Okay, so to cross the ocean of illusion, അപ്പോൾ നമ്മൾ ഈ സംസാര സാഗരം മറികടക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പതുക്കെ പതുക്കെ, സ്ലോലി ആൻഡ് ഗ്രാജുവലി മാത്രമേ പറ്റുള്ളൂ. സ്ലോ ആൻഡ് സ്റ്റഡി മീൻസ് ദ റേസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സ്ലോലി ആൻഡ് ഗ്രാജുവലി നമുക്ക് അത് ഗുരുജനങ്ങളുടെയും മറ്റ് ഡിവോട്ടീസുകളുടെയും ആ സഹായത്താൽ നമുക്ക് ഈ സാഗരം മറികടക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. So although pure devotee does not bother himself about what is going to happen next in his material situation, he is always alert not to forget his ultimate aim. അപ്പോൾ ഒരു ശുദ്ധഭക്തൻ എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നത് ഈ ഭൗതിക ലോകത്ത് എന്ന് ആർക്കും അറിയില്ല, ശുദ്ധഭക്തനും അറിയില്ല. പക്ഷെ ഒരിക്കലും ആ ഭക്തൻ തൻ്റെ ആ ലക്ഷ്യത്തെ മറക്കുന്നില്ല. ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ഒരിക്കലും ലക്ഷ്യം മറന്നിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല. ലക്ഷ്യം വളരെ ഉറപ്പാണ്. എന്താണ് ലക്ഷ്യം? കൃഷ്ണപ്രേമം, ഭക്തിയുത സേവനം. ഇത് ശുദ്ധഭക്തന് എല്ലാ ശുദ്ധഭക്തന്മാർക്കും ഇത് അറിയാം. അപ്പൊ അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. കിങ് കുലശേഖര therefore prays that he may not forget the lotus feet of the Lord at any time. അതുകൊണ്ടാണ് കുലശേഖര ആൾവാർ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്, മുകുന്ദനോട് പ്രാർത്ഥിക്കുന്നത്, ഒരിക്കലും അങ്ങയെ മറക്കാൻ പാടില്ല, അങ്ങയുടെ പാതാരവിന്ദത്തിനെ ഒരിക്കലും മറക്കാൻ പാടില്ല, അങ്ങനത്തെ ഒരു സാഹചര്യം എനിക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. To forget one's relationship with the Lord and thus to remain overwhelmed by material hankerings is the most condemned mode of life. അപ്പോൾ നമ്മുടെ ഏറ്റവും ആ ഒരു the sad time എന്താണ്? ടു ഫോർഗെറ്റ് വൺസ് റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്. നമ്മളും ഭഗവാനും തമ്മിലുള്ള ആ ബന്ധം മറക്കുക, അല്ലെങ്കിൽ ഭഗവാനെ മറക്കുക. അതാണ് നമ്മുടെ ഏറ്റവും ഒരു സാഡ് പാർട്ട്. പിന്നെ അതിനുപരി ഭൗതിക തലത്തിലുള്ള ഇച്ഛകള് നമ്മൾ വെച്ച് പുലർത്തുക. ഒരുപാട് ആഗ്രഹങ്ങൾ, എനിക്ക് ഇത് നല്ല വീട് വേണം, നല്ല കുടുംബം വേണം, നല്ല ഭാര്യ വേണം, ഭർത്താവ് വേണം, കുട്ടികൾ വേണം, പണം വേണം, പദവി വേണം, ഇങ്ങനെയുള്ള ഒരുപാട് മെറ്റീരിയൽ ഹാങ്കറിങ്സ് ഉണ്ടായിരിക്കും എല്ലാവർക്കും പൊതുവെ അല്ലേ. അപ്പോൾ അത് ഉണ്ടാവുക, ഭഗവാനെ മറക്കുക. ഇതാണ് നമ്മളുടെ ഏറ്റവും സാഡസ്റ്റ് പാർട്ട് എന്നാണ് പറയുന്നത്. സോ ദിസ് ഈസ് എക്സാക്ട്ലി ദ നേച്ചർ ഓഫ് അനിമൽ ലൈഫ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളും മൃഗങ്ങളും നമ്മൾ എന്താണ് അന്തരം? മൃഗങ്ങൾക്കും അതന്നെ, അവർക്കും എന്താണ് കൂടുതൽ സെൻസ് എൻജോയ്മെന്റ് വേണം. അവർക്ക് ഭഗവാനെ പറ്റിയൊന്നും അറിയില്ല. അപ്പോൾ നമ്മളും ആ തലത്തിലേക്ക് താഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത്. മനുഷ്യജന്മം കിട്ടിയിട്ടും ആ മനുഷ്യജന്മത്തിന്റെ വെർച്യൂസിനെ അറിയാണ്ട്, അതിന്റെ ശരിക്കുള്ള വാല്യൂസിനെ അറിയാണ്ട് നമ്മൾ മൃഗങ്ങളെ പോലെ ജീവിക്കരുത് എന്നാണ് പറയുന്നത്. So when the living entity is born in a species of lower animals, he completely forgets the relationship with the Lord and therefore remains always busy in the matter of eating, sleeping, fearing and mating. അപ്പോൾ മനുഷ്യജന്മത്തിൽ മാത്രമാണ് നമുക്ക് ഈ ഹയർ ഇന്റലിജൻസും ഹയർ റീസണിങ് പവറും ഡിസ്ക്രിമിനേറ്ററി പവറൊക്കെ കിട്ടുള്ളൂ. മൃഗങ്ങളിലും മറ്റുള്ള ജീവജാലങ്ങൾക്കും ഇതില്ല. ഓക്കെ, എന്താണ്? ഈറ്റിംഗ്, സ്ലീപ്പിംഗ്, മേറ്റിംഗ് ആൻഡ് ഡിഫെൻഡിങ് അല്ലേ? എന്താണ് ശ്ലോകം ആർക്കെങ്കിലും അറിയോ? ആഹാര നിദ്ര ഭയമൈഥുനം ച അല്ലേ? സാമാന്യമേതത് പശുഭി നരാനാം. ഓർമ്മയുണ്ടോ ശ്ലോകം? ആഹാര നിദ്ര ഭയമൈഥുനം ച, അതായത് ഈറ്റിംഗ്, സ്ലീപ്പിംഗ്, മേറ്റിംഗ് ആൻഡ് ഡിഫെൻഡിങ്. സാമാന്യമേതത് പശുഭി നരാം. ഇത് ചെയ്യുന്ന എല്ലാവരും പശു അതായത് മൃഗങ്ങൾക്ക് തുല്യമാണത്. ധർമ്മോഹി തേഷാം അധികോ വിശേഷോ
ധർമ്മേന ഹീന പശുഭി സമാന. അപ്പൊ എന്താണ് മനുഷ്യർ? പ്രഭുജി എന്താ ഭാഗവതത്തിലാണ് ആ ശ്ലോകം? അല്ല, ഭാഗവതത്തിലല്ല, പത്മപുരാണത്തിൽ. ഓക്കെ. അപ്പോൾ എന്താണ് മനുഷ്യർ സ്പെഷ്യൽ ആയിട്ടുള്ളത്? ധർമ്മം, റിലിജിയോസിറ്റി, സ്പിരിച്വാലിറ്റി. ഇതുണ്ടെങ്കിലേ നമുക്ക് മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കൂ. ആഹാരം, നിദ്ര, ഭയം, മൈഥുനം, ഈറ്റിംഗ്, സ്ലീപ്പിംഗ്, മെയ്റ്റിംഗ് ആൻഡ് ഡിഫെൻഡിങ്. ഇത് എല്ലാവർക്കും കോമൺ ആണ്. ഇത് മനുഷ്യരിലും കാണാം, മൃഗങ്ങളിലും കാണാം, എല്ലാവരിലും കാണാം. പക്ഷെ മനുഷ്യർക്ക് ഇതിലുപരിയായിട്ട് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ധർമ്മോഹി തേശാം അധികോ വിശേഷോ. ഇതാണ് വിശേഷമായിട്ട് നമുക്കുള്ള ധർമ്മം, റിലിജിയോസിറ്റി. ധർമ്മേന ഹീന, ആ ധർമ്മമില്ലെങ്കിൽ ധർമ്മേന ഹീന പശുഭി സമാനാം. അപ്പൊ ഈ ധർമ്മം നമ്മൾ പരിപാലിച്ചിട്ടില്ലെങ്കിൽ, നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, നമ്മൾ അതിന് പ്രകാരം ജീവിച്ചിട്ടില്ലെങ്കിൽ നമ്മളും പശുവിന് തുല്യമാണ്. അതായത് മൃഗത്തിന് തുല്യമാണ്. നമ്മൾ 2 legged animals, ദ്വിപദ പശു, 2 കാലുള്ള മൃഗമായിട്ട് നമ്മളെ കണക്കാക്കും എന്നാണ് പറയുന്നത്. He completely forgets his relationship with the Lord and therefore remains always busy in the matter of eating, sleeping, fearing and defending. അപ്പോൾ പശുവും കഴിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്. അതിനും ഡിഫെൻഡ് ചെയ്യാനുള്ള ആ ഒരു പ്രവണത കാരണം പേടികൊണ്ട്. മേറ്റിംഗ്, അതും സ്ത്രീ പുരുഷ ബന്ധം പോലെ അവരും മേറ്റ് ചെയ്യുന്നു, അല്ലേ? അപ്പോൾ ഇതെല്ലാം കോമൺ ആണ്. ഇത് മനുഷ്യരിലും കാണാം, മൃഗങ്ങളിലും കാണാം. പക്ഷെ നമ്മളും മൃഗങ്ങളും നമ്മൾ യാതൊരു അന്തരവും ഇല്ലേ? അപ്പൊ നമ്മളും ഈ 4 കാര്യങ്ങൾ മാത്രം ചെയ്താൽ നമ്മളും മൃഗങ്ങളായിട്ട് എന്താണ് വ്യത്യാസം എന്നാണ് ചോദിക്കുന്നത്. മോഡേൺ സിവിലൈസേഷൻ പ്രൊമോട്ട്സ് സച്ച് എ ലൈഫ് ഓഫ് ഫോർഗെറ്റ്ഫുൾനെസ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ആധുനിക ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഈ 4 കാര്യങ്ങളാണ്. അതിലപ്പുറത്തേക്ക് പോകുന്നില്ല. നമ്മൾ മനുഷ്യനായിട്ട് ജീവിക്കാൻ ആരും നമ്മുടെ സ്കൂളോ കോളേജോ യൂണിവേഴ്സിറ്റിക്കാരോ പഠിപ്പിക്കുന്നില്ല. കാരണം ഗ്രോസ് ലെവലിൽ ഈ ശരീരത്തിന് എത്ര മാക്സിമം നമുക്ക് എന്താ പറയുക സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും, കൂടുതൽ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന കാര്യങ്ങളിലാണ് എല്ലാ സ്ഥലത്തും നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷെ റിയൽ ആയിട്ടുള്ള ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ട്, മനസ്സിന്റെ ആ ഒരു ശാന്തിക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും സ്കൂളോ കോളേജോ യൂണിവേഴ്സിറ്റിയോ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്. സോ മോഡേൺ സിവിലൈസേഷൻ ഈ 4 കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. നല്ല ഭക്ഷണം, നന്നായിട്ട് ഉറക്കം, നന്നായിട്ട് നമ്മൾ ഡിഫെൻഡ് ചെയ്യണം, പിന്നെ മെയ്റ്റിംഗ്. ഈ 4 കാര്യങ്ങളാണ് മോഡേൺ സിവിലൈസേഷൻ നമ്മളെ പഠിപ്പിക്കുന്നത്. So various agents of the external energy make explicit propaganda to try to root out the very seed of divine consciousness. അപ്പോൾ ഇന്നത്തെ മോഡേൺ എഡ്യൂക്കേഷൻ എന്താണ്? ആ ഈശ്വര വിശ്വാസം അതിനെ എടുത്ത് കളയാനാണ് ശ്രമിക്കുന്നത്. റൂട്ടോട് കൂടിയിട്ട് ഉന്മൂലനം ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഈശ്വരനില്ല. മാക്സിമം നിങ്ങൾ എൻജോയ് ചെയ്യൂ ഈ ഭൗതിക ലോകത്ത്. ഓക്കെ, എന്താണ് പറയുന്നത്? ബെഗ്, ബോറോ ആൻഡ് സ്റ്റീൽ. ഇതാണ് ഈ മോഡേൺ സിവിലൈസേഷൻ പഠിപ്പിക്കുന്നത്. ബെഗ്, ബോറോ ഓർ സ്റ്റീൽ ബട്ട് എൻജോയ്. അതായത് നമ്മൾ ബെഗ് ചെയ്താലും ശരി, ബോറോ ചെയ്താലും ശരി, സ്റ്റീൽ ചെയ്താലും ശരി, അതായത് യാചിച്ച് പൈസ ഉണ്ടാക്കിയാലും ശരി, കടം മേടിച്ചിട്ടായാലും ശരി, അല്ലെങ്കിൽ മോഷ്ടിച്ചിട്ടായാലും ശരി, എങ്ങനെയെങ്കിലും നമ്മൾ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ, ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യൂ എന്നാണ് പറയുന്നത്. എല്ലാ സ്ഥലത്തും ഇതിനു വേണ്ടിയിട്ടാണ് കൂടുതൽ നമ്മളെ പല കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ ആത്മാവിന്റെ ശാന്തിക്കോ സംതൃപ്തിക്കോ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിന്റെ ശാന്തിക്കോ വേണ്ടിയിട്ട് ഒരാളും ഒന്നും നമ്മളെ പഠിപ്പിക്കുന്നില്ല. But this is impossible to do because although circumstances may choke up a living being's divine consciousness, for the time being, it cannot be killed. In its original identity, the living entity is indestructible, and so also are its original spiritual qualities. നമ്മൾ ഭഗവത്ഗീതയിലെ 2nd chapter വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചതാണ്. ഒരുപാട് ശ്ലോകങ്ങളുണ്ട്. അതായത് നമ്മളുടെ ഒറിജിനൽ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മാവാകുന്നു, ശരീരമല്ല. ഐ ആം ദ സോൾ, നോട്ട് ദ ബോഡി. അത് ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല, അല്ലേ? ഒരുപാട് ശ്ലോകങ്ങളുണ്ട്. അതായത് നമ്മളുടെ ആത്മാവിനെ കട്ട് ചെയ്യാൻ പറ്റില്ല, അതിനെ വെള്ളം കൊണ്ട് നനയ്ക്കാൻ പറ്റില്ല, കാറ്റ് കൊണ്ട് പറപ്പിക്കാൻ പറ്റില്ല, തീ കൊണ്ട് അതിനെ കത്തിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഈ ആത്മാവ് എപ്പോഴും എറ്റേണൽ ആയിട്ട് ഉള്ളത് ആത്മാവാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള
ക്വാളിറ്റീസ്, ഗുണങ്ങളും ആത്മാവിനുണ്ട്. ടു റിമെമ്പർ ദ ലോർഡ് ആൻഡ് ഡിസൈഡ് ടു സെർവ് ഹിം ആർ ദ സ്പിരിച്വൽ ക്വാളിറ്റീസ് ഓഫ് ദ സ്പിരിറ്റ് സോൾ. അപ്പൊ സ്പിരിറ്റ് സോളിന്റെ ഫങ്ഷൻ എന്താണ്? ഭഗവാനെ എപ്പോഴും ഓർക്കുക, ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. ജീവരെ സ്വരൂപഹോയ് കൃഷ്ണരെ നിത്യദാസ്. നമ്മളുടെ എന്താണ് സ്വരൂപം? ഭഗവാൻ കൃഷ്ണന്റെ നിത്യദാസ്. അതാണ് നമ്മളുടെ സ്വരൂപം തന്നെ. അപ്പൊ അത് മറന്ന് നമ്മള് ആരുടെ ദാസന്മാരാവുന്നു? നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ ദാസന്മാരാവുന്നു, അല്ലെ? ഗോദാസ്, ഗോസ്വാമി അല്ല. ഇന്ദ്രിയങ്ങളുടെ സ്വാമിയാണെങ്കിൽ നമുക്ക് ഭഗവാന്റെ സേവനം വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളെല്ലാം ഇന്ദ്രിയങ്ങളുടെ ദാസന്മാരായിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ ഇന്ദ്രിയങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു അതാണ് നമുക്ക് ചെയ്യാൻ ആഗ്രഹം. നല്ല ഭക്ഷണം കണ്ടാൽ അത് നമുക്ക് നമ്മളുടെ ശരീരത്തിന് നല്ലതല്ലെങ്കിലും അത് നമ്മൾ കഴിക്കുന്നു, അല്ലെ? നല്ലത് വല്ലതും കാണുന്നുണ്ടെങ്കിൽ അത് കാണണം. പക്ഷേ നമ്മൾ നല്ലതല്ല കാണുന്നത്. കഴിയുന്നതും നമ്മളുടെ മനസ്സിനെയും നമ്മളുടെ ശരീരത്തിനെയും അജിറ്റേറ്റ് ചെയ്യുന്ന, ഉത്തേജിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ഭഗവാനെ മറന്ന് ജീവിക്കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ ആത്മാവിന്റെ ആവശ്യം എന്താണ് നമ്മൾ ഇവിടെ ഒരിക്കലും കണക്കിലെടുക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതായത് ഒരു പക്ഷിയുണ്ട്, ആ പക്ഷിക്ക് നല്ലൊരു കൂടുണ്ടാക്കി കൊടുത്തു, സ്വർണ്ണക്കൂട്. ആ സ്വർണ്ണക്കൂട് ഡെയിലി ആ പക്ഷിയുടെ മാസ്റ്റർ നന്നായി വൃത്തിയാക്കും, അതിന്റെ പൊടിയെല്ലാം തട്ടി ക്ലീൻ ആക്കി വെക്കും. പക്ഷെ പക്ഷിക്ക് ഭക്ഷണം കൊടുക്കില്ല. അപ്പൊ എന്താണ് സംഭവിക്കുക? കുറച്ച് ദിവസം കഴിഞ്ഞാൽ പക്ഷി മരിക്കും, അല്ലേ? അപ്പൊ നമ്മൾ അതേപോലെ നമ്മൾ ഈ ശരീരത്തിനെ പോഷിപ്പിച്ച് ശരീരത്തിനെ എപ്പോഴും വൃത്തിയാക്കി വെക്കുകയാണ്. അതിൻ്റെ ഉള്ളിലുള്ള ആത്മാവിന് വേണ്ടുന്ന ഒരു ഭക്ഷണവും ഒരു പോഷക വസ്തുക്കളും കൊടുക്കുന്നില്ല. ആത്മാവിന് എന്താ വേണ്ടത്? പരമാത്മാവായിട്ടുള്ള ആ ബന്ധം, ഭഗവാനായിട്ടുള്ള ബന്ധം, അത് മറക്കുന്നു. നമ്മുടെ ശരീരത്തിനെ മാത്രം എന്നും പൗഡറും പെർഫ്യൂമും ഒക്കെ ഇട്ട് കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ സുഖമായിട്ട് ജീവിക്കുന്നു. പക്ഷെ ആത്മാവിന്റെ ആവശ്യങ്ങൾ നമ്മൾ ഒരിക്കലും അതിനെ ഗൗനിക്കുന്നില്ല, അത് ചെയ്തു കൊടുക്കുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. സോ വൺ ക്യാൻ കിൽ neither the spirit soul nor his spiritual qualities. To remember the Lord and decide to serve him are the spiritual qualities of the spirit soul. അപ്പോൾ സ്പിരിറ്റ് സോളിന് എന്താണ്? എപ്പോഴും കണക്ഷൻ. അപ്പൊ അതാണ് യോഗ എന്നുള്ളത്. നമ്മളും ഭഗവാനും തമ്മിലുള്ള ആ ലിങ്ക്, ആ കണക്ഷൻ റീ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പ്രോസസ്സാണ് യോഗ. അപ്പൊ പല യോഗ പ്രാക്ടീസസും ഉണ്ട്. അതിൽ ഏറ്റവും ഉതകുന്ന, ഈ കലിയുഗത്തിലെ ഏറ്റവും സരളമായിട്ടുള്ള ആ ഒരു പ്രോസസ്സാണ് ഭക്തി യോഗ. ആ ഭക്തി യോഗത്തിലൂടെ നമുക്ക് ഭഗവാനായിട്ടുള്ള കണക്ഷൻ റീ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. സോ വൺ ക്യാൻ കർബ് ഡൗൺ ദീസ് സ്പിരിച്വൽ ക്വാളിറ്റീസ് by artificial means, but they will be reflected in a perverted way on the mirror of material existence. The spiritual quality of serving the Lord out of transcendental affinity will be pervertedly reflected as love for wine, women, and wealth in different forms. പ്രഭുപാദ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്. ദ സ്പിരിച്വൽ ക്വാളിറ്റി ഓഫ് സെർവിങ് ദ ലോർഡ്, അതായത് നമ്മുടെ ആത്മീയ തലത്തിലുള്ള ആ ഒരു ക്വാളിറ്റി എല്ലാവർക്കും ഉണ്ട്. സർവീസ് ചെയ്യാതെ ഒരാൾക്കും ഇവിടെ ജീവിക്കാൻ പറ്റില്ല. എല്ലാവരും സെർവ് ചെയ്യുന്നുണ്ട്, അല്ലേ? വൈഫ് ഹസ്ബൻഡിനെ സെർവ് ചെയ്യുന്നു, ഹസ്ബൻഡ് വൈഫിനെ സെർവ് ചെയ്യുന്നു, പേരൻസ് ചിൽഡ്രനെ സെർവ് ചെയ്യുന്നു, സിറ്റിസൺസ് ഗവൺമെന്റിനെ സെർവ് ചെയ്യുന്നു, ഫ്രണ്ട്സ് അന്യോന്യം സെർവ് ചെയ്യുന്നു, എല്ലാവരും സെർവ് ചെയ്യുന്നു. അത് ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും സർവീസ് ഗ്രോസ് ലെവലിൽ അല്ലെങ്കിൽ സട്ടിൽ ലെവലിൽ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഞാൻ പറയുകയാണ്, ഞാൻ സർവേ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ എൻ്റെ ഇന്ദ്രിയങ്ങളെ സെർവ് ചെയ്യുന്നു. അപ്പൊ സർവീസ് ഈസ് മസ്റ്റ്. സർവീസ് ചെയ്യാണ്ട് ഒന്നും. പക്ഷെ ആ സർവീസ് പെർവേർട്ടഡ് വേ ആണെന്ന് പറയുന്നത്. എന്താണ് പെർവേർട്ടഡ് വേ എന്ന് പറഞ്ഞാൽ? തല തിരിഞ്ഞ്. എന്താണ് തലതിരിഞ്ഞ്? ഭഗവാനെ സേവിക്കേണ്ട ആ സ്ഥലത്ത് നമ്മളെ ആരെ സേവിക്കുന്നു? ഭാര്യയെ സേവിക്കുന്നു, ഭർത്താവിനെ സേവിക്കുന്നു, മക്കളെ സേവിക്കുന്നു, അച്ഛനമ്മമാരെ സേവിക്കുന്നു, സൊസൈറ്റിയെ സേവിക്കുന്നു, ഭഗവാനെ സേവിക്കുന്നില്ല. പക്ഷെ ഇത് സേവിക്കുന്ന ഭാര്യയായാലും ഭർത്താവിനും ശരി, കുട്ടികളായാലും ശരി, അച്ഛനമ്മമാരും ശരി, ബന്ധുക്കളായാലും ശരി, അവരെ സേവിക്കണം. പക്ഷെ ഭഗവാനെ മറന്നിട്ടായിരിക്കരുത്. ഭഗവാനെ നമ്മൾ പൂർണ്ണമായിട്ട് സേവിക്കുകയാണെങ്കിൽ ഈ സേവനം എല്ലാം ആസ് എ ബൈ പ്രോഡക്റ്റ് തീർച്ചയായിട്ടും അവിടെ അത് വളരെ നന്നായിട്ട് നടക്കും.
ഭഗവാനെ മറന്നുള്ള കളി പാടില്ല. ഭഗവാനെ മറന്നാൽ ഇതെല്ലാം നമ്മുടെ ഭൗതിക തലത്തിലുള്ള ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങളായിട്ട് മാറുമെന്ന് മാത്രം. അതാണ് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പ്രഭുപാദ പറയുന്നത്. Okay, the spiritual quality of serving the Lord out of the transcendental affinity will be pervertedly reflected as love for wine, women, and wealth in different forms. പല പല രൂപത്തിലും ഭാവത്തിലും ഈ സർവീസ് നമ്മളുടെ അടുത്ത് വന്നു ചേരും. അത് നമ്മളുടെ ഫാമിലിയെ സേവിക്കാനായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് മദ്യം, വിമൻ, വൈൻ, അങ്ങനെ പല പല രൂപത്തിലും ഭാവത്തിലും ഇത് വന്നുകൊണ്ടിരിക്കും. The so-called love for material things, even love for one's country, community, religion or family, which is accepted as a superior qualification for civilized human being, is simply a perverted reflection of the love of Godhead dormant in every soul. അപ്പൊ നമ്മളുടെ ഈ ആ പ്രവണത, അതായത് ഭഗവാന്റെ സേവിക്കല്ല, നമ്മളുടെ രാജ്യത്തോടുള്ള സ്നേഹം, കമ്മ്യൂണിറ്റിയോടുള്ള സ്നേഹം, ധർമ്മത്തിനോടുള്ള സ്നേഹം, അല്ലെങ്കിൽ കുടുംബത്തിൽ, ഇതെല്ലാം നല്ലതാണ്, സുപ്പീരിയർ ക്വാളിഫിക്കേഷൻ ആണ് ഒരു സിവിലൈസ്ഡ് ഹ്യൂമൻ ബീയിങ്ങിന്, ഒരു ആര്യന്. ഇതെല്ലാം സുപ്പീരിയർ ആണ്. പക്ഷേ ഇതെന്താണ് പറയുന്നത്? ഈ സിംപ്ലി പെർവേർട്ടഡ് റിഫ്ലക്ഷൻ. ശരിക്കും ഭഗവാനോടുള്ള സ്നേഹത്തിന്റെ ഒരു പെർവേർട്ടഡ് റിഫ്ലക്ഷൻ ആണ് ഇതെല്ലാം എന്ന് പറയുന്നത്. ഭഗവാനോട് നമുക്ക് ശരിക്കുള്ള സ്നേഹം ഉണ്ടെങ്കിൽ തനിയെ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മളുടെ കുടുംബത്തിനോടും നമ്മുടെ രാഷ്ട്രത്തോടും എല്ലാ ജീവജാലങ്ങളോടും നമുക്ക് സ്നേഹം ഉണ്ടായിരിക്കും. പക്ഷെ ഭഗവാനെ മറന്നാൽ ഇതെല്ലാം ഒരു ഷോ ഓഫ് മാത്രമായിരിക്കും. അത്രേ ഉള്ളൂ. അത് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ മാത്രമായിരിക്കും. So the position of King Kulashekara is therefore the position of a liberated soul, because he does not want to allow his genuine love of God to become degraded into so-called love for material things. അപ്പോൾ കുലശേഖർ ആൾവാർ ഒരു ശുദ്ധ ഭക്തനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളും ആ തലത്തിലാണ്. അപ്പൊ കുലശേഖർ ആൾവാർ നമ്മളോടും ആ തലത്തിലേക്ക് ഉയരണം എന്നാണ് പറയുന്നത് ശ്ലോകം. അപ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഒരിക്കലും ഞാൻ ഭഗവാന്റെ പാതാരവിന്ദത്തിനെ മറക്കാൻ പാടില്ല. ഓക്കെ, എത്ര ജന്മം എടുത്താലും ശരി, അത് മാത്രം സംഭവിക്കരുത്. എവിടെ ജന്മം തന്നാലും കുഴപ്പമില്ല, നരകത്തിൽ കൊണ്ടുപോയിട്ടുള്ളൂ കുഴപ്പമില്ല. പക്ഷെ അങ്ങയുടെ ആ സ്മരണ എപ്പോഴും എനിക്ക് വേണം, അങ്ങയുടെ പാതാരവിന്ദത്തിനെ സേവിക്കാനുള്ള അവസരം എനിക്ക് എപ്പോഴും വേണം എന്നുള്ള ഒരു പ്രാർത്ഥന. നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുക? എനിക്ക് ഒരു ലോട്ടറി അടിക്കണേ, നല്ലൊരു വീടുണ്ടാവണേ, നല്ലൊരു ജോലി വേണേ, നല്ലൊരു കാർ വേണേ. ഇതാണ് സാമാന്യ ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലേ. പക്ഷെ ഇവിടെ കുലശേഖർ ആൾവാർ ഒരു രാജാവായിരുന്നു, തിരുവിതാംകൂറിലെ രാജാവായിരുന്നു. അതെല്ലാം വിട്ടിട്ട് ശ്രീരംഗത്ത് പോയിട്ട് ഭഗവാന്റെ ശുദ്ധഭക്തനായിട്ട് ജീവിക്കുന്ന ആ ആൾവാർ എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഇതൊന്നും വേണ്ട, എനിക്ക് ഐശ്വര്യം വേണ്ട, സ്വത്തും വേണ്ട, നല്ല കുടുംബം വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് അങ്ങയുടെ പാതാരവിന്ദത്തിൽ എപ്പോഴും സേവിക്കാനുള്ള അവസരം ഉണ്ടാകുമാറാവട്ടെ എന്ന് മാത്രമാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. ബിക്കോസ് ഹി ഡസ് നോട്ട് വാണ്ട് ടു അലൗ ദ ജെന്യുവൻ ലവ് ഓഫ് ഗോഡ് ടു ബിക്കം ഡിഗ്രേഡഡ്. തൻ്റെ ആ സ്നേഹം അത് താഴ്ന്ന അധമത്തിലേക്ക് പോവാതിരിക്കട്ടെ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. ഇൻടു സോ കോൾഡ് ലവ് ഫോർ മെറ്റീരിയൽ തിങ്സ്. ഭൗതിക തലത്തിലുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളുടെ ആ ഒരു ആസ്വാദനത്തിനല്ല അദ്ദേഹം ശ്രമിക്കുന്നത്. ഏറ്റവും, അതായത് ദ എപ്പിറ്റോം ഓഫ് ലവ്, ഭഗവാൻ കൃഷ്ണപ്രേമത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് എറ്റേണൽ ആണ്, ഫുൾ ഓഫ് ബ്ലിസ് ആണ്, ഫുൾ ഓഫ് നോളജ് ആണ്. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം. നമ്മളെല്ലാം താൽക്കാലികമായിട്ടുള്ള ചെറിയ ചെറിയ ഭൗതിക തലത്തിൽ ആഗ്രഹം വെച്ച് പുലർത്തുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവിടെ കുലശേഖർ ആൾവാർ ആഗ്രഹിക്കുന്നത് ഏറ്റവും മീതെയുള്ള, ഏറ്റവും ആ ഉച്ചകോടിയിലുള്ള കൃഷ്ണപ്രേമം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. The words ഭവേ ഭവേ are very significant here. അപ്പൊ ഈ ശ്ലോകത്തില് ഭവേ ഭവേ എന്താണ് അതിന്റെ അർത്ഥം? They mean birth after birth. ഓരോ ജന്മത്തിലും birth after birth. Unlike the jnanis who aspire to merge with the impersonal absolute and thereby stop the process of repeatedly taking birth, a pure devotee is never afraid of this process. But jnanis എന്താണ് ആഗ്രഹിക്കുന്നത്? അവർ മുക്തിയാണ് ആഗ്രഹിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് വീണ്ടും ഒരു ഭൗതിക ജീവിതം അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ പ്ലേസ് ഫുൾ ഓഫ് മിസറീസ്, ദുഃഖാലയം അശാശ്വതം.
അങ്ങനത്തെ സ്ഥലത്തേക്ക് അവർ ആഗ്രഹിക്കുന്നില്ല തിരിച്ചു വരാൻ. അതുകൊണ്ടാണ് അവർ കർമ്മം അധികം ചെയ്യാൻ ആഗ്രഹിക്കാത്തത്. കർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ കർമ്മഫലം അനുഭവിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അവർക്ക് മുക്തി കിട്ടിയിട്ട് ഭഗവാന്റെ ബ്രഹ്മജ്യോതിയിൽ ലയിക്കാനുള്ള ആഗ്രഹമാണ് അവർക്ക്, ഇംപേഴ്സണൽ ബ്രഹ്മനില്. പക്ഷെ ഇവിടെ ഒരു ഭക്തൻ എന്താണ്, കുഴപ്പമില്ല, ഞാൻ വീണ്ടും ജന്മം എടുത്താൽ കുഴപ്പമില്ല, ഭവേ വീണ്ടും വീണ്ടും ബർത്ത് ആഫ്റ്റർ ബർത്ത് എനിക്ക് ജന്മം കിട്ടിയാലും കുഴപ്പമില്ല. പക്ഷേ എന്താണ് ഒരു റിക്വസ്റ്റ്, ഒരു അപേക്ഷ ഭഗവാനോട്, ഒരിക്കലും അങ്ങയെ മറക്കാൻ പാടില്ല, എപ്പോഴും അങ്ങയെ സ്മരിക്കണം, എപ്പോഴും അങ്ങയെ സേവിക്കാനുള്ള അവസരം എനിക്ക് കിട്ടണം. അപ്പോൾ ഒരു ജ്ഞാനിയും ഭക്തനും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് മനസ്സിലാക്കി. അതാണ് ശുദ്ധ പ്രേമം, പ്യുവർ ലവ്. നമ്മളുടെ ഭൗതിക ലോകത്തിൽ ലവ് എന്ന് പറഞ്ഞാൽ ഗീവ് ആൻഡ് ടേക്ക്. യു സ്ക്രാച്ച് മൈ ബാക്ക്, ഐ വിൽ സ്ക്രാച്ച് യുവർ ബാക്ക്, അത്രേ ഉള്ളൂ. എവിടെ നമുക്ക് ആവശ്യമുള്ള ആ തൃപ്തി മറ്റുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടുന്നില്ല, അപ്പൊ അവിടെ നമ്മുടെ സ്നേഹം നിന്നു, കണക്ഷൻ നിന്നു. അത് ആരായിക്കോട്ടെ, ഏത് ബന്ധമായിക്കോട്ടെ, നമ്മൾ ആഗ്രഹിക്കുന്ന മറ്റുള്ള പാർട്ടിയിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ അതേവരെയുള്ള ആ സ്നേഹമെല്ലാം അവിടെ നിന്നു. അപ്പൊ ഇതെല്ലാം ഒരു അഭിനയം മാത്രമാണ്. സ്നേഹം എന്ന് പറയുന്ന ഒരു അഭിനയം അല്ലേ? അതായത് നമ്മൾ ഒരുപാട് നാടകങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ നാടകത്തിലെ എല്ലാം അഭിനയിക്കുകയാണ്. ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന നാടകം എല്ലാം അഭിനയമാണ്. നമുക്ക് ഒരു വ്യക്തി ഒരു കള്ളനായിട്ട് അഭിനയിക്കുന്നു, ഒരു പോലീസായിട്ട് അഭിനയിക്കുന്നു, ഒരു ഡോക്ടറായിട്ട് അഭിനയിക്കുന്നു, ഒരു വക്കീലായിട്ട് അഭിനയിക്കുന്നു. ഇതെല്ലാം ആ 1 മണിക്കൂറിന് നേരം അല്ലെങ്കിൽ അരമണിക്കൂർ നേരമുള്ള ആ അഭിനയത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ. വക്കീലും ഡോക്ടറും കള്ളനും പോലീസും ഒക്കെ. അതേപോലെ നമ്മളുടെ ഈ ഭൗതിക ലോകത്തിലുള്ള ഈ സ്നേഹം എന്നുള്ളതും ഒരു അഭിനയം മാത്രമാണ്. കാരണം നമുക്ക് എത്രത്തോളം കാലം നമുക്ക് ആ പാർട്ടിയിൽ നിന്ന് സന്തോഷം കിട്ടുന്നു, അത്രത്തോളം കാലം ആ സ്നേഹം നിലനിൽക്കും. അത് നിന്നാൽ സ്നേഹം പോകും. എന്താണ് ഇവിടെ കുലശേഖർ ആൾവാർ നമുക്ക് പറഞ്ഞു തരുന്നത്. സോ ദ വേർഡ് ഭവേ ആർ വെരി സിഗ്നിഫിക്കന്റ് ഹിയർ. They mean birth after birth, unlike the jnanis who aspire to merge with the impersonal absolute and thereby stop the process of repeatedly taking birth. A pure devotee is never afraid of this process. അപ്പോൾ ഒരു ശുദ്ധ ഭക്തൻ എത്ര തന്നെ ജന്മം എടുക്കേണ്ടി വന്നാലും അവർ തയ്യാറാണ്. പക്ഷേ എന്താണ് ആഗ്രഹം? ഒരിക്കലും ഭഗവാനെ മറക്കാൻ പാടില്ല, ഭഗവാന്റെ ഭക്തി സേവനം തന്നിൽ നിന്നും എടുക്കാനും പാടില്ല എന്നാണ്. In the Bhagavad Gita 4.9, Lord Krishna says that his birth and deeds are all divyam, transcendental. എന്താണ് 4.9? ഭഗവാന്റെ ജന്മം, കർമ്മം എല്ലാം ദിവ്യമാണ്. എന്താണ് ആ ശ്ലോകം? ജന്മ കർമ്മച്ചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്വാദേഹം പുനർജന്മ നൈതി മാം ഏതി സ്വാർജുന. അല്ലേ? So in the same chapter 4.5, the Lord says that both he and Arjuna had many previous births, but that while the Lord could remember all of them, Arjuna could not. അതേ ചാപ്റ്ററിൽ, അതേ അധ്യായത്തില് 5ാമത്തെ ശ്ലോകം ഭഗവാൻ പറയുന്നു, അതായത് അർജുന, നീയും ഞാനും ഒരുപാട് തവണ ഒരേ സമയത്ത് ജനിച്ചിട്ടുണ്ട്, നമ്മൾ കൂട്ടുകാരന്മാരായിട്ടുണ്ട്. പക്ഷെ നീ അത് ഓർക്കുന്നില്ല, ഞാനതെല്ലാം ഓർക്കുന്നു എന്നാണ് പറയുന്നത്. For the Lord there is no difference between past, present and future. ഭഗവാന്റെ അതായത് ടൈം, ഭഗവത്ഗീത 5 ടോപ്പിക്കാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഈശ്വരൻ, ഓക്കെ, ജീവാത്മ, പ്രകൃതി, കാല, കർമ്മ, അല്ലേ? അപ്പോ ഇതില് 4 എണ്ണം എറ്റേണൽ ആണ്, 1 ടെമ്പററി ആണ്. എന്താണ് ടെമ്പററി ആയിട്ടുള്ളത്? കർമ്മ, അല്ലേ? ടൈം ഈസ് എറ്റേണൽ. ടൈം ഈസ് എറ്റേണൽ. ഭൗതിക ലോകത്തിലെ ടൈം എറ്റേണൽ ആണ്. പക്ഷെ ഇവിടെ പറയുന്നതും ഇത് നോക്കി നോക്കൂ, ഉണ്ടോ? For the Lord there is no difference between past, present and future. ടൈം എറ്റേണൽ ആണ്. ടൈം ഉണ്ടെങ്കിൽ പാസ്റ്റ് ഉണ്ട്, പ്രസന്റ് ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട്. പക്ഷെ ഭഗവാൻ ഇത് അപ്ലിക്കബിൾ അല്ല. ഭഗവാൻ ഇത് അപ്ലിക്കബിൾ അല്ല. കാരണം നമുക്ക് അപ്ലിക്കബിൾ, വി കീപ് ചേഞ്ചിങ്. നമ്മൾ ഇൻഫന്റ് ആയിരുന്നു, പിന്നെ ബോയ്ഹുഡിലേക്ക് പോയി, അല്ലെ, പിന്നെ യൂത്തിലേക്ക് പോയി, പിന്നെ ഓൾഡ് ഏജിലേക്ക് പോയി, പിന്നെ ഈ ദേഹം വിടുന്നു. ചേഞ്ചസ് കണ്ടിന്യൂസ്ലി ഹാപ്പൻസ്, അല്ലേ? അതാണ് ടൈമിന്റെ എഫക്റ്റ്.
പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഉണ്ട്. പക്ഷെ ഭഗവാനെ സംബന്ധിച്ചോളം പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഇല്ല. എങ്ങനെ അത് മനസ്സിലാക്കാം? ഭൗതിക ലോകത്തിലെ സമയം എറ്റേണൽ ആണെങ്കിലും കൂടിയിട്ട് അത് അച്ചിത്താണ്, ചിത്തല്ല. ചിത് ശക്തി എന്നല്ല വരുന്നത്, അച്ചിത് ശക്തി എന്നാണ്, എക്സ്റ്റേണൽ എനർജിയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. ഭഗവാന്റെ ചിത് സമയം, ചിത് കാലം, അത് പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഇല്ല. അത് ചേഞ്ച് ആവുന്നില്ല. അവിടെ നാശം സംഭവിക്കുന്നില്ല. ഇവിടെ ഭൗതിക ലോകത്തില് നാശം സംഭവിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് പാസ്റ്റ് ഉണ്ട്, പ്രസന്റ് ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട്. ഇന്നലെ, ഇന്ന്, നാളെ, അല്ലേ? ഭഗവാനെ സംബന്ധിച്ചോളം അതില്ല. അത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഭഗവാന്റെ സമയം എന്ന് പറഞ്ഞാൽ അത് ചിത് ശക്തിയിൽ നിന്ന് വരുന്നതാണ്. ചിത് സമയമാണ്, നമ്മുടെ അചിത്താണ് അത്. അതുകൊണ്ട് നമുക്ക് ഈ മൂന്നുണ്ടായിരിക്കും. അതായത് ഭൂതകാലം, വർത്തമാനകാലം, ഭാവി, ഈ മൂന്നുണ്ടായിരിക്കും. ഭഗവാന് അത് അപ്ലിക്കബിൾ അല്ല എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ, നോ ഡിഫറൻസ് ബിറ്റ്വീൻ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. അതുകൊണ്ടാണ് ഭഗവാൻ ഒരിക്കലും നമ്മളെ പോലെ വയസ്സായിട്ട് കണ്ടിട്ടുണ്ടോ? 125 വർഷം ഭഗവാൻ ഈ ഭൗതിക ലോകത്ത് ദ്വാപരയുഗത്തിൽ അവതരിച്ചപ്പോൾ ജീവിച്ചു എന്നാ പറയുന്ന കണക്ക്. പക്ഷെ അപ്പോഴും നവയൗവനം എന്നുള്ള അതിലാണ്. എവർഗ്രീൻ, 15, 16 ആ വയസ്സ്, അതാണ് ഭഗവാന്റെ ശരിക്കുള്ള ഒരു ഫോം. അതേപോലെ നേരെ മറിച്ച് നമ്മള് ഭീഷ്മ പിതാമഹനെ കാണുമ്പോൾ വളരെ താടിയൊക്കെ നരച്ച്, ബ്രഹ്മാവിനെ കാണുമ്പോൾ താടിയൊക്കെ നരച്ച് വളരെ വയസ്സായിട്ടുള്ള ഒരു രൂപമാണ് കാണുന്നത്, അല്ലെ? ഭഗവാനെ നമ്മൾ എപ്പോഴും അങ്ങനെ ഡിപ്പിക്ട് ചെയ്തിട്ടുണ്ടോ? ഈസ് ഓൾവേസ് എവർ ഫ്രഷ്, എവർ യൂത്ത്ഫുൾ. But a living entity who always remembers the Lord and is thus his constant companion is as transcendently situated as the Lord himself. അപ്പോ ഭഗവാന്റെ ആ ശുദ്ധ ഭക്തൻ, എപ്പോഴും ഭഗവാനെ ധ്യാനിച്ചിരിക്കുന്ന ഭക്തൻ ഭഗവാനെ പോലെ തന്നെ സച്ചിദാനന്ദമാണ്, ട്രാൻസെൻഡന്റലി സിറ്റുവേറ്റഡ്, ദിവ്യതലത്തിലാണ് എന്നാണ് പറയുന്നത്. For such a devotee, birth and death are one and the same. അതുകൊണ്ടാണ് അങ്ങനത്തെ ഭക്തന്മാരുടെ ആവിർഭാവം, തിരോഭാവം ഗ്ലോറിയസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു ആചാര്യൻ, ഒരു ശുദ്ധ ഭക്തൻ, ഒരു ആചാര്യന്റെ ആവിർഭാവവും ആചാര്യന്റെ തിരോഭാവവും നമ്മള് ഗ്ലോറിയസ് ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. നമ്മളെ സാമാന്യ ജനങ്ങളെ മരിച്ചു പോയാൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. അവിടെ ദുഃഖമാണ് അവിടെ, അല്ലേ? പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു ആചാര്യൻ, ഒരു ശുദ്ധഭക്തന്റെ തിരോഭാവത്തിനും നമ്മള് ഗ്ലോറിയസ് ആക്ടിവിറ്റീസ്, ഗ്ലോറിയസ് ആയിട്ടാണ് കാണുന്നത്. അതിനെ നമ്മള് സെലിബ്രേറ്റ് ചെയ്യും. നാമാചാര്യ ഹരിദാസ് ഠാക്കൂർ തിരുഭാവത്തിന് ശേഷം ചൈതന്യ മഹാപ്രഭു തന്റെ മടിയിലെ സ്വന്തം കടത്തിയിട്ടാണ് കുറെ നേരം. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ഫെസ്റ്റിവൽ പോലെയാണ് അദ്ദേഹത്തിന്റെ ആ തിരുഭാവം ആഘോഷിച്ച ചൈതന്യ മഹാപ്രഭു. എല്ലാവരെയും നിന്നും പൈസ പിരിച്ച് ഒരു വലിയൊരു സദ്യ കൊടുത്തു. വലിയൊരു സദ്യയാണ് കൊടുത്തത്. അപ്പോൾ ആചാര്യന്മാർക്ക് അവരുടെ ജനനം, അതായത് അവരുടെ അപ്പിയറൻസും അവരുടെ ഡിസപ്പിയറൻസും, ആവിർഭാവം, തിരോഭാവം എല്ലാം ഗ്ലോറിയസ് ആണ്. അതെല്ലാം ഫെസ്റ്റിവലാണ്, ആഘോഷിക്കേണ്ടതാണ്. നമ്മളുടെ സമ്പ്രദായത്തിലും നമ്മൾ അതാണ് സാധാരണ ചെയ്യാറ്. So for devotees, birth and death are one and the same, because he knows that such occurrences are only ephemeral flashes that do not affect his spiritual existence. കാരണം അവർക്ക് നമുക്ക് നന്നായിട്ട് അറിയാം, ഇതെല്ലാം നമ്മളുടെ എറ്റേണിറ്റി ആയ സ്പിരിച്വൽ ആത്മാവിനെ ഒരു വിധത്തിലും എഫക്ട് ചെയ്യുന്നില്ല. ഭൗതികമായിട്ടുള്ള ശരീരം നമ്മൾ വെടിയുന്നു എന്നല്ലാതെ നമ്മളുടെ സ്പിരിറ്റ് സോളിനെ ഇത് ഒരു വിധത്തിലും ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാം.
ഒന്ന് മാർക്ക് ചെയ്യോ? അടുത്ത വി മേ യൂസ് എ ക്രൂഡ് എക്സാമ്പിൾ അവിടുന്ന് മുതൽക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, സോ എല്ലാ വ്യാഴാഴ്ചയും ഈ ക്ലാസ് ഉണ്ടായിരുന്നായിരിക്കും. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാർ സെയിം യൂസർ ഐ ഡി തന്നെയാണ്. അപ്പോൾ 8:30 മണിക്കാണ് ഈ ക്ലാസ് തുടങ്ങുന്നത്, 8:30 to 9:30. ഓക്കെ, എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യണം. ഓക്കെ, അടുത്ത ക്ലാസ് ഈ പാരഗ്രാഫ് മുതൽക്ക് തുടങ്ങും. സ്മിത മാതാജി ഒന്ന് നോട്ട് ചെയ്യോ? മലയാളം ബുക്കാണ് പ്രഭുവിന്റെ ഏത്? വി മേ യൂസ് ആരെങ്കിലും വേറെ എല്ലാവരും നോട്ട് ചെയ്താൽ മതി, കാരണം എനിക്കിത് മാർക്ക് ചെയ്യാൻ പറ്റില്ല ഇവിടെ. ഇംഗ്ലീഷിലെ വി മേ യൂസ് എ ക്രൂഡ് എക്സാമ്പിൾ ടു ഇല്ലസ്ട്രേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഡിവോട്ടീസ് ഡെത്ത് ആൻഡ് an ordinary man's death. അതാണ്, അത് തൊട്ടാണ് വായിക്കേണ്ടത്. ഓക്കെ, നിഷ മാതാജിയും ജിഷ മാതാജിയും ഒന്നും കണ്ടില്ല എന്ന്. നിഷമാദേജി പറഞ്ഞിരുന്നു പ്രഭു, പുറത്താണ്, എത്തുകയാണെങ്കിൽ കയറാന്നാ പറഞ്ഞത് നിഷമാദേജി. നോ പ്രോബ്ലം, നിഷമാദേജി അറിയില്ല പ്രഭു. ശരി, ഓക്കെ, എന്തായാലും ഇതൊന്ന് മാർക്ക് ചെയ്തോളൂ. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഷെയറിംഗ്. ഹരേ കൃഷ്ണ വാഞ്ച കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो नमो नमः. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंदे हरि हरि। हरे कृष्णा।